പ്രിയപ്പെട്ട ബംഗ്ലാദേശ്, എനിക്കൊരു പദ്ധതിയുണ്ട്. ഒരമ്മ സ്വപ്നം കാണുന്ന ബംഗ്ലാദേശ് നമ്മൾ നിർമ്മിക്കും. നമുക്ക് സമാധാനം വേണം. ധാക്കയിലെ ഹസ്രത് ഷാജലാൽ വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ നിന്ന് അയാൾ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു. ആർപ്പുവിളികളും കരഘോഷങ്ങളും വകഞ്ഞുമാറ്റി കനത്ത സുരക്ഷാ വലയത്തിൽ അയാൾ പുറത്തേക്കിറങ്ങി. തന്റെ ഷൂസ് അഴിച്ച് സ്വന്തം മണ്ണിൽ കാലുകുത്തി. ശേഷം ഒരു പിടി മണ്ണ് വാരിയെടുത്തു. കൈവെള്ളയിൽ മുറുകെ പിടിച്ചു. 17 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്കുള്ള വരവറിയിച്ചത് ഇങ്ങനെയാണ്. ആ ആത്മവിശ്വാസം വെറുതെയായില്ല. ട്രംപ് മോഡലിൽ ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന അജണ്ട മുന്നോട്ട് വെച്ച് രാജ്യത്തെ അസ്ഥിരതകളെ BNP ജയിച്ചു കയറിയിരിക്കുന്നു. ഇനി ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ യുഗം. ഡാർക്ക് പ്രിൻസ് അയൽ രാജ്യത്ത് പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യക്ക് അത് ഗുണം ചെയ്യുമോ? ബംഗ്ലാദേശിൽ ആദ്യ ഇസ്ലാമിക സർക്കാർ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം പാളിയെങ്കിലും തന്ത്രപ്രധാനമായ മേഖലകളിൽ തലപൊക്കിയ ജമാഅത്തെ ഇസ്ലാമി ആശങ്കയ്ക്ക് ഇടയാക്കുമോ? ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ അധ്യായം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഹസീനയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുമായി ബംഗ്ലാദേശ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അകലം പാലിച്ച ഹസീന ചൈനയുമായുള്ള ബന്ധത്തിലും സന്തുലിതമായ നയമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ അവാമി ലീഗ് സർക്കാരിന്റെ അട്ടിമറിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായി ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചതിന് ശേഷം കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. മുഹമ്മദ് യൂനുസിന് കീഴിൽ ഇന്ത്യക്ക് തലവേദനയായി ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ഉടലെടുത്തു. യൂനുസ് പാകിസ്ഥാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചൈനയോട് കൂടുതൽ ചായുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതും ബന്ധം വഷളാക്കി. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പും അധികാരമാറ്റവും ഇന്ത്യ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചത്. BNP അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ബംഗ്ലാദേശിന്റെ വിദേശ നയത്തിൽ മാറ്റം വരുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. 2001 മുതൽ 2006 വരെ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലായിരുന്ന BNPയെ ഇന്ത്യ ശത്രുപക്ഷത്താണ് കണ്ടിരുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ കൂടുതൽ ലിബറലും ജനാധിപത്യപരവുമായ ഒരു ഓപ്ഷനായിട്ടാണ് താരിഖിന്റെ BNPയെ നിലവിൽ ഇന്ത്യ കാണുന്നത്. യൂനസ് ഗവൺമെന്റുമായി താരിഖ് റഹ്മാന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുകയും തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് വിസമ്മതിക്കുകയും ചെയ്തു. താരിഖിന്റെ പ്രസംഗങ്ങളിൽ ഇന്ത്യ വിരുദ്ധ വികാരവും കടന്നുകൂടിയില്ല. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചപ്പോഴും മതം വ്യക്തിഗതമാണ്, പക്ഷേ രാഷ്ട്രം എല്ലാവരുടേതുമാണെന്നായിരുന്നു താരിഖ് പറഞ്ഞു വെച്ചത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മാതൃകയാക്കി ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന വിദേശ നയത്തിന് രൂപം നൽകിയ താരിഖ് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ പ്രാദേശിക ശക്തികളിൽ നിന്ന് ബംഗ്ലാദേശിനെ തുല്യ അകലം പാലിച്ച് നിർത്തുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ചൈനയോടും പാകിസ്ഥാനോടും ചായ്വ് കാട്ടിയ യൂനുസിൽ നിന്ന് വ്യത്യസ്തമായ ഈ സമീപനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ്. അതേസമയം 4000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുമായി ഊഷ്മളമായ ഒരു ബന്ധത്തിന്റെ അനിവാര്യത താരിഖിനറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതാകും അധികാരത്തിലെത്തിയാൽ താരിഖിന് മുന്നിൽ നിർണായകം.